ഒന്നിനും ഒരു ലോജിക്കില്ല, ചുമ്മാ പടച്ചു വെച്ചേക്കുക. ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്ത് വെക്കാവുന്നൊരു സംഭവം, ഒരു അരമണിക്കൂർ അതിങ്ങനെ വലിച്ചഴിച്ച് 2 മണിക്കൂറാക്കി വെച്ചേക്കുന്നു. ആകെ 6 പേരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ത്രില്ലടിപ്പിക്കാൻ വലിയ കുഴപ്പമില്ല, എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. മൊത്തത്തിൽ പടം നൈസായിരുന്നു, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ആവറേജ് അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. എനിക്കെല്ലാം ടെക്നിക്കലി പറയാൻ അറിഞ്ഞൂടാ. ഫാമിലി ഓഡിയൻസ് ഞാൻ പറഞ്ഞു, ഫാമിലി ഓഡിയൻസ് ഓക്കെ അല്ല. കാരണം അവർ വരുമ്പോൾ എന്തായാലും അവർ ഇറങ്ങുമ്പം ഇതായിട്ട് പറയുള്ളൂ. പക്ഷേ നമ്മളെപ്പോലുള്ള ഇതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കാണാം, കണ്ട് നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം. കാരണം കൊള്ളത്തില്ല, വേറെ അപരാധം. കൊള്ളത്തില്ല, ഒന്നുമില്ല, ചുമ്മാ ഒരു പഴയ ഒരു കാലത്തെ ഒരു സംഭവം കാണിക്കുന്നു. ഒന്നിനും ഒരു ലോജിക്കില്ല, ചുമ്മാ പടച്ചു വെച്ചേക്കുക. ഇരുന്ന് ഉറങ്ങുന്നു. സ്റ്റോറി ഒന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഒന്നിനും ഒരു ലോജിക്കില്ല, ചുമ്മാ എന്തോ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നു. ആകെ 6 പേരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഒന്നുമില്ല, കാണാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്ത് വെക്കാവുന്നൊരു സംഭവം, ഒരു അരമണിക്കൂർ അതിങ്ങനെ വലിച്ചഴിച്ച് 2 മണിക്കൂറാക്കി വെച്ചേക്കുന്നു. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. ഫുള്ള് പ്രേതത്തിൻ്റെ കഥയും അതൊക്കെ തന്നെ. ത്രില്ലടിപ്പിക്കാൻ വലിയ കുഴപ്പമില്ല, എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പൈസയ്ക്ക് മുതൽ തന്നെയാണ്. അഭിനയം വലിയ കുഴപ്പമില്ല. നൈസായിരുന്നു, പൊളിയാണ്, ഓണാണ്, കണ്ടിരിക്കാൻ പറ്റും. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ അത്രയോ. കണ്ടിരിക്കാം, ബോറടിയില്ല, കൊള്ളാം, അത് അത്രയോ. നടന്ന സംഭവമാണ്, അങ്ങനെ മൊത്തത്തിൽ പടം നൈസായിരുന്നു, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, നൈസ് പടം. കുഴപ്പമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ, കണ്ടിരിക്കാം. ഇത് അങ്ങനെ അത്ര വലുതായിട്ടൊന്നുമില്ല, എന്നാലും കൊള്ളാം. കുഴപ്പമില്ല. ആവറേജ് അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. എനിക്കെല്ലാം ടെക്നിക്കലി പറയാൻ അറിഞ്ഞൂടാ. ഒരു ആവറേജ്. ജസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഒന്നും കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് ഹാഫ് ഇത്തിരി ലാസ്റ്റ് എനിക്കൊന്നും മനസ്സിലായില്ല. അതാണ് ചെറുതായിട്ടേ ഉള്ളൂ. ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഹാഫ് വരെ കുഴപ്പമില്ല, അതിന് ശേഷം കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ വിചാരിച്ച കാന്താര പോലത്തെ ലാസ്റ്റ് കണ്ടപ്പോൾ കാന്താര പോലത്തെ കയറി. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പടത്തിന് വലിയ ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു അവാർഡ് പടം അത്രേ ഉള്ളൂ, കണ്ടിരിക്കാൻ. ഫാമിലി മൂവിയൊന്നുമല്ല. പിന്നെ നമ്മളെപ്പോലുള്ള ഇങ്ങനെ ഇതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കാണാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അല്ല വേറെ അങ്ങനെ വലിയ ഇത് എടുത്തു പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ത്രില്ലറെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കോൺസെപ്റ്റ് കൊള്ളാം. കോൺസെപ്റ്റ് നല്ല അടിപൊളി കോൺസെപ്റ്റ്. ഇതുവരെ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ കണ്ട പ്രേത സിനിമ എന്ന് പറയുന്നത് ഹൊറർ മൂവ്മെൻറ്റ് നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തൊരു അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റാണ്. സൈക്കോ ഒന്നുമല്ല, അതൊന്നുമല്ല, ഒരു പാരാനോർമൽ ആക്ടിവിറ്റി അങ്ങനത്തെ പരിപാടി. സെക്കൻഡ് ഹാഫ് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസ് ഞാൻ പറഞ്ഞു, ഫാമിലി ഓഡിയൻസ് ഓക്കെ അല്ല. കാരണം അവർ വരുമ്പോൾ എന്തായാലും അവർ ഇറങ്ങുമ്പം ഇതായിട്ട് പറയുള്ളൂ. പക്ഷേ നമ്മളെപ്പോലുള്ള ഇതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കാണാം, കണ്ട് നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരിക്കണതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. നമ്മളതിൽ കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കഥ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു പടം. കണക്റ്റൊക്കെ ആവും, അത് സൂപ്പറായിട്ട് കാണാം. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. ഡയറക്ഷനൊക്കെ കുഴപ്പമില്ല, നല്ല ഇതായിട്ടുള്ള ഡയറക്ഷൻ തന്നെ, വേറെ ഒന്നുമില്ല. ശരി, കുഴപ്പമില്ല.